എനിക്ക് തോന്നുന്നു മറ്റേ കോടമ്പക്കത്തുള്ള പിന്നാമ്പര കഥകളിലൊക്കെ വേണിച്ചേട്ടൻ ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോഴും വേണിച്ചേട്ടൻ്റെ ഒരു എഴുത്തിനെ കുറിച്ച് ആരോ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ ഈ സിനിമയിൽ വന്ന് പൊലിഞ്ഞു പോയ ഒരുപാട് ജീവിതങ്ങളെ വേണിച്ചേട്ടൻ. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമായിരുന്നു. അതായത് ഞാൻ അന്ന് മദ്രാസിലോട്ട് പോകുമ്പോൾ, ഞാനും ഫോട്ടോഗ്രാഫറുണ്ട്, ശകരൻകുട്ടിയുണ്ട്. പോകുമ്പം ആ വണ്ടിയിൽ അരവിന്ദൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആവശ്യമാണ് പോകുന്നത്. പുള്ളി പറഞ്ഞു ഈ താരങ്ങളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരുപാട് വന്നിട്ടുള്ളതല്ലേ, സിനിമയുടെ പുറകിലോട്ട് പോകണം. അരവിന്ദനാണ് ഐഡിയ പറഞ്ഞത്. അങ്ങനെ ഞാൻ പോയിട്ട് ഈ പാമ്പിനെ വാടകയ്ക്ക് കൊടുക്കുന്നവര്, ഇപ്പൊ പാമ്പ് പടം ഇല്ലെങ്കിൽ ഇവ പട്ടിണിയാ. പാമ്പ് പടം ഇല്ലേ പട്ടിണിയാ. അവന്റെ അന്നം. തത്തയെ വാടകയ്ക്ക് കൊടുക്കുന്നവര്, പിന്നെ കുഞ്ഞുങ്ങളെ വാടകയ്ക്ക് കൊടുക്കുന്നവര്. ഇപ്പം പ്രസവിച്ച കുഞ്ഞുങ്ങളാ. അപ്പം 6 മാസം പ്രായമുള്ള കൊച്ചിനെ വേണമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കൊല്ലം പറയട്ടെ ചോദിക്കുവര്. പക്ഷെ എന്നാലും പ്രസവം ഒപ്പിച്ച് കറക്റ്റ് ആയിട്ട് അങ്ങനെ ആ ഗ്രേഡ് കൊണ്ടുവരികയാണ്. 10-12 പ്രസവം നടക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈ പുലി, കടുവ, മൃഗങ്ങളെ കോവിദ്റാവ് എന്നൊരാള്, അയാള് പിന്നെ ഈ കട്ടൗട്ട് വരയ്ക്കുന്ന ആളുകള്, വലിയ കട്ടൗട്ട്, കൊന്നത്തെങ്ങനെ മദ്രാസിലൊക്കെ അന്ന് വലിയ കട്ടൗട്ടല്ലേ, അത് വരയ്ക്കുന്ന ആളുകള്, പിന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈസ്, ഡബ്ബിംഗ് ഏറ്റവും കൂടുതൽ പീഡനത്തിന് വിധേയരായ ആൾക്കാർ. അതെ, പലർക്കും കമ്മീഷൻ കൊടുക്കണം അല്ലേ? അതെ, അഭിനയിച്ച് കിട്ടുന്ന 100 രൂപയുടെ പകുതി അപ്പുറം. പിന്നെ ഭയങ്കര ചൂഷണമല്ലേ അത്. അതിനെ പറ്റിയൊക്കെ ഞാൻ എഴുതിയിരുന്നു അന്ന് ആ കാലത്ത്. അരവിന്ദൻ പറഞ്ഞു തന്നൊരു കാര്യമാണ്. അപ്പൊ ഇതിന്റെ പിന്നാമ്പുറത്തെ കാര്യങ്ങൾ നമുക്കറിയാം. ഈ ചില വീടുകളുടെ പൂമുഖം പോലെയാണ്. പൂമുഖം നല്ല വൃത്തി, സിറ്റിംഗ് റൂം എല്ലാം നല്ല വൃത്തി, പക്ഷെ പുറകോട്ട് പോയാൽ ദുർഗന്ധവും മാലിന്യവും മാത്രമേ ഉള്ളൂ. അതായിരുന്നു കോടമ്പാക്ക സിനിമ ഒരു കാലത്ത്. സിനിമയ്ക്ക് അങ്ങനെ ഒരു മുഖമുണ്ട്, പക്ഷെ ആ മുഖം ആരും കാണുന്നില്ല. ഈ ലാഭം കാണുന്നില്ല, ആ പളപളപ്പ് മാത്രമേ കാണുന്നുള്ളൂ. ഈ ഗോവിന്ദറാവു ഒക്കെ ഇപ്പം എനിക്ക് ഗോവിന്ദറാവില്ല, അല്ല പോയി അല്ല, സിനിമയുടെ സ്വഭാവം മാറി. സ്വഭാവം മാറിയത് പഴയ പോലെ ഈ സിംഹവും പുലിയും കരടിയൊന്നും വേണ്ട. പക്ഷെ ഗോവിന്ദറാവു അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാ പറഞ്ഞത്, ഈ മൃഗങ്ങളുടെ മൃഗത്വം സിനിമക്കാർ ഇല്ലാതാക്കുന്നു. അതെന്താന്ന് ചോദിച്ചാൽ, ഇപ്പം ആന ടാപ്പ് തുറന്ന് വെള്ളം കെട്ടുണ്ട്, ആനക്കറിയാവും ടാപ്പ് തുറന്ന് വെള്ളം കുടിക്കാൻ, ഇതൊക്കെ ഉമ്മാർ കാണിക്കും. പിന്നെ കുരങ്ങൻ കത്ത് കൊണ്ട് കൊടുക്കുക, അതൊന്നും ചെയ്യല്ല, അതൊന്നും ചെയ്യാൻ പാടില്ല സിനിമയിൽ. മൃഗങ്ങളെ അങ്ങനെ അവമാനിക്കാൻ പാടില്ലെന്നാ പുള്ളി പറയുന്നത്. ഇയാള് പറഞ്ഞു, ഒരു പ്രൊഡ്യൂസർ കാശ് കൊടുക്കാനുണ്ട് മദ്രാസിൽ, വലിയ പണക്കാരനാണ്, കാശ് കൊടുക്കത്തില്ല. ഇയാൾ ബ്ലാക്ക് പാന്തറല്ലേ, അതിനെ പിടിച്ചോണ്ട് റോഡിൽ കൂടെ പോയി ഓഫീസിൽ നിന്ന് കയറി. ഇവൻ ചെന്ന് കയറി, എന്നെ വേണം നിങ്ങൾക്ക് പൈസ എന്താ പിടിച്ചു. അങ്ങനെ എനിക്ക് ചില ഗുണങ്ങൾ മൃഗങ്ങളെ കൊണ്ടുണ്ടായിട്ടുണ്ട്. അയാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു. അതൊക്കെ എഴുതിയിരുന്നു ഞാൻ. പാളങ്ങൾ വേണുചേട്ടന് സംസ്ഥാന ബഹുമതി വീണ്ടും ഇതിലൂടെ വരുന്നു. പാളങ്ങൾ പല പടങ്ങളും പക്ഷെ അതിലൊന്ന് പാളങ്ങളിലെ അഭിനയമായിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഗോപിച്ചേട്ടനും വേണുചേട്ടനും കൂടിയുള്ള ഒരു ജുഗൽബന്ദി. അതൊരു ഗോപിച്ചേട്ടൻ വീടൊക്കെ ഏറ്റവും കൂടുതൽ തകർന്നു പോയത് ഞാനാണ്. ഞാനത് പിന്നെ നേരത്തെ പറഞ്ഞ കൊടുക്കവാങ്ങലുണ്ടല്ലോ, നല്ല ഭംഗിയാണ്, നല്ല താളമാണ് അതിന്. താളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭഗവത് അജ്ജുകം സംസ്കൃത നാടകം, അതിൽ അദ്ദേഹം ശിഷ്യന്, ഞാൻ ഗുരുവാണ്. ഞങ്ങൾ രണ്ടുപേരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അവനവൻ കടമ്പയിലുണ്ട്, ദൈവത്താറിലുണ്ട്, നാടകങ്ങളിലുണ്ട്. ഈ 3 നാടകങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. സിനിമയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചുള്ള കള്ളം പവിത്രൻ, മർമ്മരം, പാളങ്ങൾ, പുന്നാരം ചൊല്ലി ഇങ്ങനെ കുറേ സിനിമകളുണ്ട്. അതിലെല്ലാം ഈ പറഞ്ഞതുപോലെ നമുക്ക് നല്ല മനപ്പൊരുത്തമുണ്ട്. ഇപ്പം ഞാൻ നന്നായ പുള്ളിക്ക് വിരോധമില്ല, അദ്ദേഹം നന്നായ എനിക്ക് വിരോധമില്ല, നന്നാവരുന്ന ആഗ്രഹമില്ല. മറ്റൊരാളുടെ മുഖത്ത് വരുന്ന വിരിയുന്ന ഭാവങ്ങളാണ് ഈ നടനെയും ദീപ്തമാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതാണ്. വെറുതെ നിൽക്കുന്നില്ല. അതാണ് ബൗൺസിങ് നടത്തില്ല. നമ്മള് വെള്ള പ്രതലത്തിൽ ലൈറ്റ് അടിച്ചാൽ അതിങ്ങോട്ട് തിരിച്ചു തരും നമുക്ക്. ബ്ലാക്ക് ആണെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ അതാണ് ബൗൺസിങ് എന്ന് പറയുന്നത്. അത് കൂടെ അഭിനയിക്കുന്നുണ്ടെങ്കിലേ നമ്മള് ആരോ പറഞ്ഞ പോലെ മറ്റ് കലകളിലാണ് അത് ഏറ്റവും കൂടുതൽ കാണും. കഥകളിയോടുള്ള ഭ്രമം എനിക്ക് തോന്നി കഥകളി വേണുചേട്ടന്റെ അഭിനയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. വേഷപ്പകർച്ച മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കൂടെ നിൽക്കുന്നവരുടെ അഭിനയ ചാതുര്യം എങ്ങനെ കടമെടുത്തുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ റിലേയിലൊക്കെ ഈ ബാറ്റം കൈമാറുന്ന പോലെ ഒരു സംഭവം. നമ്മുടെ നിത്യേതൻ എഴുതി ഒരിക്കൽ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം കോഴിക്കോട്ട് വെച്ച്.
നമ്മുടെ ജോയി മാത്യു ആണ് അതിൻ്റെ പബ്ലിഷർ. ഞാൻ ഷൂട്ടിംഗ് ഉണ്ട് അവിടെ. ഞാൻ അവിടുത്തെ ഏറ്റവും നല്ല വായനക്കാരന് ഉള്ളിൽ കിന്നാരം പറയുന്നവർ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇത് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യാണ്. അപ്പം അന്ന് അദ്ദേഹമുണ്ട്, യതിയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യ അധ്യക്ഷനാണ്. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇന്ന് വേണുവിനെ കുറിച്ച് ഓർത്തു. പാലക്കാട്ടുള്ള മദ്യവർജന സമിതിയുടെ പ്രസിഡന്റിന്റെ പേര് വേണുഗോപാൽ എന്നാണ്. അപ്പം ആ വേണുവിനെ കണ്ടപ്പോൾ ഈ വേണുവിനെ ഓർത്തു. കാരണം ഭരതം എന്നൊരു സിനിമ കണ്ടു. അപ്പം ആ സിനിമയ്ക്കകത്ത് വേണു കള്ളുകൂടിയനായിട്ട് അഭിനയിക്കുന്നത്. അപ്പം അങ്ങനെ വേണു കള്ളുകൂടിയായിട്ട് അഭിനയമാണെങ്കിലും കള്ളുകൂടി ശരിയല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഒരു നടൻ ക്ലോസപ്പ്, സിനിമയിൽ നടൻ്റെ ക്ലോസപ്പോ അല്ലെങ്കിൽ അവർ സംഭാഷണം പറയുമ്പോഴോ ഉള്ള ആ അവസ്ഥയിലല്ല അയാൾ നല്ല നടനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. അയാൾ ഒന്നുമല്ലാതെ പിന്നിൽ നിൽക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് വേണു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും ഇത്രയും ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല. കഥകളി മാത്രമല്ല വേറെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടെന്നുള്ള കാര്യം അറിയാമായിരുന്നു അദ്ദേഹത്തെ പോലെ ആൾ പറഞ്ഞപ്പോൾ. അപ്പോൾ കഥകളിയിൽ ഈ പറഞ്ഞതുപോലെ നളനും ദമയന്തിയും ഉള്ള രംഗമാണ്. പദം നളന്റെയാണ്, ദമയന്തി അപ്പുറത്ത് നിൽപ്പുണ്ട്. കൂടിയാട്ടത്തിലൊരു കാര്യമുണ്ട്, വിസ്തരിച്ചാടേണ്ട കാര്യമാണെങ്കിൽ ഈ പെണ്ണുങ്ങകത്ത് പോവും, പിന്നെ അവിടെ ഉണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് ഇയാൾ പെർഫോം ചെയ്യുക കഥകളി. പക്ഷെ അയാൾ വേണം, അവിടെ വേണം. അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇയാളോട് ആടിക്കൊണ്ടിരിക്കും, മറ്റേത് ഇങ്ങനെ വേറെ വല്ല കാര്യങ്ങളും കഥകളി കാണാൻ വന്നിരിക്കുന്ന ആളുകളെയും അവർ എണ്ണ കൊടുക്കും, വീട്ടിലെ കാര്യങ്ങളും ഇത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഇതിനെപ്പറ്റി കാണിച്ചോണ്ട് കിട്ടുമോ കിട്ടത്തില്ലയോ ആശങ്കാകുലയായി നിൽക്കുന്ന കാണാം. അപ്പൊ ഇത് കാണുമ്പോൾ ദേഷ്യം വരും. പിന്നെ അതിനുശേഷമുള്ളൊരു നേരം പോക്ക് അതൊക്കെ ഉണ്ട് ഒരുപാട്. അതെ, കഥാപാത്രത്തിന്റെ ലോകത്തല്ല, സ്വന്തം ലോകത്താണ്. ഇത് കാണുമ്പോൾ ദേഷ്യം വരും നമുക്ക്. ഒരിക്കലും ഇത് പാടില്ല. കാരണം ഇതിനോടെല്ലാം പ്രതികരണം വേണം, പ്രതികരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇത് കഥകളിൽ നമ്മൾ പിടിക്കുന്ന ഒരു വലിയ പാഠമാണ്. ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിടെ പെർഫോം നടക്കുകയാണ്, വേറെ ആൾ പെർഫോം ചെയ്യുകയാണ്, നമ്മൾ പുറകിൽ എവിടെയോ നിൽപ്പുണ്ട്. സംഭാഷണമില്ലാതെ ഡയലോഗ് ഇല്ലാതെ ഉള്ള ഒരു നടന്റെ ഭാവമാണ് ഏറ്റവും വലിയ. അയാൾ പിന്നെ നിൽക്കുക, മുമ്പിലല്ല നിൽക്കുന്നത്, പിന്നിലാ നിൽക്കുന്നത്. പക്ഷെ എങ്കിലും അയാൾ പറയുന്നതിന്റെ പ്രതികരണം ചെറിയ ചേഷ്ടകളിൽ കൂടി എങ്കിലും ഇയാൾ കൊടുത്തിരിക്കണം. അപ്പോഴേ ആ രംഗത്തിന് പൊലിമ കിട്ടുള്ളൂ, ആ കഥാപാത്രത്തിന് ഒരു സത്യം കിട്ടുള്ളൂ. കഥകളിൽ നമ്മുടെ കോട്ടക്ക ശിവരാമന്റെ ഒക്കെ പെർഫോമൻസ്, അതെ, ആ സ്ത്രീ വേഷങ്ങളുടെ എല്ലാ ഭാവങ്ങളും. സ്ത്രീക്കൊരു മറ്റേത് ഈ ജീവിതത്തിൽ പോലെ തന്നെയാണ്. സ്ത്രീക്ക് എപ്പോഴും രണ്ടാം സ്ഥാനം. ശിവരാമന്റെ ഭാവത്തിലേക്ക് ഗോപിയാശാനില്ല. അത് ഈ പറഞ്ഞ പോലെ കൊടുക്കവാങ്ങല. ഞാൻ രണ്ടുപേരെയും സംസാരിച്ചിട്ടുണ്ട്, ഇവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ഒരുമിച്ച് പഠിച്ചവരല്ലേ? അല്ല, ഞാൻ പിന്നെ ശിവരാമേട്ടൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ എല്ലാ ആശാന്മാരാണ് കൂടെ ഉള്ളവര്. അപ്പൊ ആശാന്മാരാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മനോധർമ്മ പ്രകടനത്തിന് ഒരുപാട് പരിമിതിയുണ്ട്. അവർ സമ്മതിക്കില്ല, ചിത്ത വിളിക്കും, എന്താണ് തോന്നിയ കാണിക്കുന്നത്. അതെ, പക്ഷെ ഗോപിയാശൻ ഏതാണ്ട് സമപ്രായക്കാരാണ്, ഏതാണ്ട് ശകലം മൂത്തവരാണ് ഗോപിയാശൻ. അപ്പം യങ്സ്റ്റേഴ്സാണ് അവര് തുടങ്ങുമ്പോൾ. അപ്പൊ അതുകൊണ്ട് അവരവർക്കുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനൊരു വേദിയായി. പറഞ്ഞപ്പം അതിന് മറുപടി അവിടുന്ന് കിട്ടി. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കൊടുക്ക വാങ്ങൽ കൊടുത്ത് അതൊരു നല്ല ജോഡിയായിട്ട് മാറി. അതായിരുന്നു സംഭവം. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ കലകളുടെയും സമ്യക്കായ സമ്മേളനമാണ് കഥകളി. സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്, പിന്നെ ചമയമുണ്ട്, അഭിനയമുണ്ട്, എല്ലാം താളവാദ്യയുടെ അപാര. അതെ, എല്ലാം നമ്മൾ പുറമെ കണ്ട ആളല്ല അവിടെ വന്നു. അല്ല കത്തിവേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങ് പോയി. അതെ അതെ. വെളിച്ചേട്ടന്റെ മനസ്സിൽ കഥകളി പദങ്ങളുണ്ടാ? കഥകളി പദങ്ങള് അങ്ങനെ പഠിച്ച് നല്ല എന്തോ ഈ കഥകളിയോടുള്ള ഒരു അല്ലാത്തൊരു ഭ്രമം കാരണം മകനെ ആ വഴിക്ക് നിർബന്ധിച്ച് പിടിച്ചു വെച്ചിരുന്നു. നിർബന്ധിച്ചതല്ല, അവനെ പഠിക്കണമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, പഠിക്കാൻ തയ്യാറായി. കണ്ണൻ ആദ്യകാലമൊക്കെ പറഞ്ഞ അച്ഛനെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ഈ പരിപാടി. അല്ല, അങ്ങനെയല്ല, ചെറിയൊരു നിർബന്ധം ഉണ്ടായിരുന്നു, സ്നേഹപൂർവ്വമായി. എന്റെ മകൻ കൃഷ്ണനുണ്ണി
കൃഷ്ണാട്ടത്തിനു പോകേണം, കൃഷ്ണാട്ടത്തിനു പോയാൽ പോരാ, കൃഷ്ണൻ തന്നെ കെട്ടേണം എന്ന് ഒരു പാട്ടുണ്ടല്ലോ, പഴയ പാട്ട്. ഇത് പറഞ്ഞ പോലെ കഥകളി വേഷത്തിൽ കാണാനപ്പം ദൃശ്യവേദിയുണ്ട് തിരുവനന്തപുരത്തെ. അപ്പൊ ഇവരെ കൂടെ കൊണ്ടുപോകും. അപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് പറയും, ഇവൻ നല്ല മോഹമാണല്ലോ ഇവരെന്താ പഠിപ്പിച്ചാലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാൻ തയ്യാറായി. ഏറ്റുമാനൂർ കണ്ണൻ മിടുക്കനാണ്, കേമനാണ്, അദ്ദേഹമാണ് വന്ന് പഠിപ്പിച്ചത്. അരങ്ങേറ്റം കഴിഞ്ഞു, അരങ്ങേറ്റം ഗംഭീരമായിട്ട് നടന്നു. പക്ഷെ പിന്നെ ഇവൻ പുറകോട്ട് മാറാൻ വലിയാൻ തുടങ്ങി, ഈ കണ്ണൻ മോൻ. അപ്പൊ ചോദിച്ചപ്പോ എന്താ കാര്യം വെച്ചാല്, സ്കൂളില് കുട്ടികൾ ഇവനെ കാണുമ്പോ കളിയാക്കാൻ തുടങ്ങുന്നു. പുതിയ കാലഘട്ടത്തിന്റെ അല്ല, പുതിയ കാലഘട്ടത്തിലല്ല, ന്യൂ ജനറേഷൻ. ആ സമയത്ത് വല്ല സിനിമാറ്റിക് ഡാൻസോ ഗിറ്റാറോ ഒക്കെ പഠിക്കേണ്ടതിന് പകരം ഒരു വയലിലൊക്കെ കുഴപ്പമില്ല, ഇത് വെച്ച് കളിയാക്കുന്നു. അപ്പൊ എനിക്ക് വലിയ വിഷമമായി സത്യത്തില്. അല്ലെ, കുട്ടികളോടല്ല, കുട്ടികളെ വളർത്തുന്നവരോട്, ആ തലമുറയോട് എനിക്ക് ഭയങ്കര. കാരണം ഇത് വിശ്വപ്രസിദ്ധമായ, നമുക്കെന്നും അഭിമാനത്തോടെ പറയാവുന്ന കലാരൂപത്തെക്കുറിച്ച് പുതിയ തലമുറയുടെ കാഴ്ചപ്പാട്, പുതിയ കുട്ടികളുടെ കാഴ്ചപ്പാട് ഇങ്ങനെയായി പോയല്ലോ എന്നുള്ളൊരു വലിയ വിഷമം എനിക്ക് തോന്നി. ഞാൻ പലപ്പോഴും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഈ പറഞ്ഞ ഗോപിച്ചേട്ടനും വേണുചേട്ടനും തമ്മിലുള്ള ആ രസതന്ത്രം, എനിക്കൊന്ന് അങ്ങനെയുള്ള രസതന്ത്രങ്ങള് പല നടന്മാരുമായിട്ട് പിന്നെ വേണുചേട്ടനുണ്ട് അല്ലെ? എനിക്കൊന്ന് വേണുചേട്ടന്റെ പെർഫോമൻസ് എപ്പോഴും ആൾക്കാരെ ശ്രദ്ധിക്കുന്നത് താങ്കളെ കൂടെയുള്ള നടന്റെ ഒരു പ്രത്യേകത വെച്ച്. താങ്കൾ ഒറ്റയ്ക്ക് ഒരിക്കലും കംഫർട്ടബിൾ അല്ല, താങ്കൾക്ക് ഒരാളും വേണം പടർന്ന് കയറാൻ. പാവല് പടർന്ന് കയറുന്ന പോലെ അയാളുടെ മേത്തങ്ങ് കയറും, മൂപ്പര് തിരിച്ചും കയറും. അതാണ് വേണുചേട്ടന്റെ അഭിനയ മുഹൂർത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള. അതിലൊരാളാണ് ഗോപിച്ചേട്ടൻ. തീർച്ചയായിട്ടും. പക്ഷെ മൂപ്പരുടെ നമ്മുടെ ഇടയിൽ നിന്നുള്ള വേർപിരിയല് വലിയ സങ്കടമായിപ്പോയി. കാരണം ഭരതനായാലും മോഹനായാലും ഒക്കെ പിന്നെ ഞങ്ങളെ ജോൺ പോൾ അദ്ദേഹം തിരക്കഥാകൃത്താണല്ലോ, ഒരുപാട് സിനിമകൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു, ഒന്നിച്ച് ചെയ്യാൻ, പെർഫോമൻസ് ചെയ്യാൻ സ്കോപ്പുള്ള സിനിമകൾ. അതെല്ലാം പോയി ആ വീഴ്ചയോടുകൂടി. സിനിമാ ലോകം ഒരു അയഞ്ഞ ലോക. എങ്ങനെ അയഞ്ഞെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമ്മുടെ പിടിയിൽ നിന്ന്, ഒരു ഡിസിപ്ലിൻ്റെ പിടിയിൽ നിന്ന് നിങ്ങൾ പോകാം. ഒന്ന് ജാഗ്രതപ്പെടുത്താൻ പല ആൾക്കാരും ഉണ്ടാകണമെന്നില്ല, അതിനൊരു കുറവുണ്ടാവില്ലേ? ജാഗ്രതപ്പെടുത്താൻ ആളുണ്ടാവണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിന്ന് കൊടുക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. നമ്മൾ വിട്ടുകൊടുത്താൽ അങ്ങനെ പോവാം. അങ്ങനെ നമ്മൾ സാക്ഷ്യം പിടിക്കണം പല കാര്യങ്ങളിലും. ചേട്ടാ, നമ്മുടെ സിനിമയിലെ ഒരുപാട് പ്രതിഭകളെ ഒരുപക്ഷെ കവർന്നെടുത്തത് അവരുടെ ദുശീലത്തിൻ്റെ ആസക്തി അതിലൊരു നിയന്ത്രണം വെച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ പല ആൾക്കാരെയും പല രീതിയിലും നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. സിനിമയെ മാത്രമല്ല, കലാരംഗത്ത് പൊതുവേ ഉള്ളത്, കലാരംഗത്ത് സാഹിത്യരംഗത്തൊക്കെ ഉണ്ടത്. അത് ഒന്നാമത് ദുർബലന്മാരായി പോകുന്നതാണ് പ്രശ്നം. എല്ലാവരോടും സ്നേഹമാണ്, എല്ലാത്തിനോടും സ്നേഹം. ഫോൺ വിളിച്ച് വന്നാൽ അങ്ങനൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ താങ്കൾ പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുതറി. പിടുത്തം കൊടുത്തില്ല. പിന്നെ എനിക്ക് അവിടെയാണെന്ന് തോന്നുന്നു KPSC ലളിത ചേച്ചി ഇരുതലം മൂരി എന്ന് പറയാം. ഒന്ന് അവിടെ മുഖമൊക്കെ വെച്ച് കൊടുക്കും, പക്ഷേ സമയമൊക്കെ നോക്കി അങ്ങനെ ഒരു ചര്യ ഉണ്ടാക്കിയെടുത്തു. തന്നെയല്ല, നമ്മളെ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് പേര് പോകുമ്പോൾ നമുക്ക് ഭയങ്കര കുറ്റബോധമുണ്ട്. കാരണം അവരുടെ കൂടെ നമ്മൾ രാത്രിയും പകരുന്നില്ലാതെ കൂടിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അതിലൊരു കാരണക്കാരൻ നമ്മളും കൂടെ ആണല്ലോ എന്നൊരു തോന്നല് വരികയും ചെയ്യും. ഈ ഗോപിച്ചേട്ടനെ ചികിത്സക്കൊക്കെ എനിക്ക് തോന്നുന്നു വേണുചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ടോ? കുറച്ച് എന്തോ ഗോപിച്ചേട്ടനെ പുള്ളിയുടെ ചില ദുശീലം മാറ്റാനൊക്കെ ഉള്ള വഴികളെല്ലാം ഗോപിച്ചേട്ടൻ അങ്ങനെ ഒരു ഡിസിപ്ലിൻ അതിൽ കുറവുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു അതിരിവിട്ട ജീവിതമൊന്നും പുള്ളി അതിലൊരു മിതത്വം ഉണ്ടായിരുന്നു. പുള്ളിക്ക് പ്രഷർ ഉണ്ടായിരുന്നു. അതിന് വേണ്ട പോലെ മരുന്ന് കഴിച്ചിരുന്നില്ല, ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് പറ്റിയ ഒരു പ്രശ്നം. ജീവിതത്തിൽ വേണ്ട ചില ചിട്ടവട്ടങ്ങൾ നമ്മൾ പ്രായമാകുന്നു ബോധമില്ല നമുക്ക് ഉണ്ടാകുമെന്ന്. അസുഖമായി കിടന്ന് ഞാൻ പോയി കാണുമ്പോൾ എന്തൊക്കെ പറഞ്ഞത്, വലിയ ഭാവാഭിനയൊന്നും വേണ്ട കേട്ടോ എന്തൊക്കെ പറഞ്ഞു. വലിയ ഭാവാഭിനയൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു കഥാപാത്രത്തിന്റെ ഇമോഷൻസ് എടുത്ത് ഇങ്ങനെ കയറി വന്ന് കട്ട് പറയുമ്പോൾ ചിക്കൻ താഴ്ത്തു പോകും. അപ്പൊ ഇതൊരു ഒരു വല്ലാത്ത പ്രോസസ്സാണിത്. നമ്മൾ ഇതിനൊരു ഗ്രാജുവൽ അല്ലല്ലോ ഇത്.
അതെ. ഇപ്പം അങ്ങനെ മോള് നിന്നിട്ട് കട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസം വിട്ടു. അങ്ങനെ അങ്ങനെ ഒരു അല്ലാതെ ഇത് ഈ പ്രസം കയറുന്നത് പോലെ കയറി അതിങ്ങനെ പതുക്കെ ഇറങ്ങിപ്പോരുന്നതല്ലല്ലോ, ഒറ്റ പോകാൻ താഴോട്ട്. ഈ പ്രോസസ്സ് വലിയ കുഴപ്പമാണെന്ന് പുള്ളിയായിട്ടൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വലിയ മനസ്സിൽ തട്ടിയുള്ള അഭിനയമൊന്നും വേണ്ട, സൂത്രത്തിൽ മതി, ഇല്ലെങ്കിൽ എന്നെ പോലെ അസുഖം വരും എന്ന് പറഞ്ഞിട്ടൊക്കെ. അതെ അതെ. ഇത് കൺസീവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പത്മരാജന്റെ മനസ്സിൽ വേണുചേട്ടന്റെ പഴയ നാടക വേഷങ്ങൾ ഉണ്ടായിരുന്നു. അതെ, എനിക്കൊന്ന് പത്മരാജൻ എവിടെ എഴുതിയിട്ടുണ്ട്. അതെ, താങ്കളെ യഥാർത്ഥത്തിൽ താങ്കളുടെ ഒരു രൂപവും ഭാവവും പ്രായവും ഒന്നും അദ്ദേഹം മനസ്സിലാക്കാതെയാണ് താങ്കളെ കാസ്റ്റ് ചെയ്യുന്നത്. അതെ. അല്ല, ഇത് സംഭവം വെച്ചാല് ഇതിപ്പോ ഒരു ആദ്യം പറഞ്ഞ കാര്യം, ഈ ഫയൽമാനോട് ഡെബിയിരിക്കുന്നത് പത്മരാജൻ തന്നെയാണ് ഡെബിയിരിക്കുന്നത്. പിന്നെ ഈ ചുവമ്പുള്ള മേശി എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ആദ്യം ചെയ്ത എന്നേക്കാൾ കവിഞ്ഞ പ്രായമുള്ള കഥാപാത്രം, ആദ്യ കഥാപാത്രം. അവർ പറഞ്ഞത് ദൈവത്താർ നേരത്തെ പറഞ്ഞില്ലേ, ഗണപതി താളം പറഞ്ഞില്ലേ, കാലം കണിയാൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. തിരുവനന്തപുരത്ത് കളിക്കുമ്പോൾ പത്മരാജൻ നാടക കാണാനുണ്ടായിരുന്നു. അന്ന് എനിക്ക് പത്മരാജനെ പരിചയമില്ല. ആ നാടകത്തിലാണ് പുള്ളി താങ്കളെ ശ്രദ്ധിച്ചത്. അതെ. അപ്പൊ ഈ നാടകം കഴിഞ്ഞിട്ട് പുള്ളി അണിയറ വന്നു ഈ എന്നെ ഒന്ന് കാണാൻ, ഈ കാലം കണിയാനെ കാണാൻ വേണ്ടി. അപ്പൊ അതിൽ പ്രായമുള്ള കുടുംബയെ കെട്ടിയിട്ട് പ്രായമുള്ള കണിയാനാണ് ഇയാള്, കാലം കണിയാൻ. അകത്ത് വന്നപ്പോൾ ഞാൻ മേക്കപ്പെല്ലാം അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരാണ് കാലം കണിയാൻ? ഞാൻ ഇതാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, ഈ ഒരു പയ്യനാണ് ഇത്രയും പ്രായമുള്ള വേഷം ചെയ്തത്. അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് ശിവൻപിള്ള മേച്ചിരി എന്നെ കൂടി ചെയ്യിക്കാൻ തീരുമാനിച്ചത് എന്ന് എന്തൊക്കെ പറഞ്ഞു പത്മരാജൻ. അതാണ് നല്ല രസമുള്ള വേഷമായിരുന്നു. രസമുള്ള വേഷമാണ്, ശ്രദ്ധിക്കപ്പെട്ട ഒരു പടം. അതെ അതെ. വേണുചേട്ടൻ എനിക്ക് തോന്നുന്നത് ഒരുപാട് അച്ഛൻ വേഷങ്ങളും അമ്മാവൻ വേഷങ്ങളും ചെയ്തിട്ടുണ്ടല്ലേ. ഈ പ്രായം താങ്കൾക്കൊരു പ്രശ്നമായിരുന്നില്ല, താങ്കളുടെ ചെറുപ്പം ഒരു പ്രതിബന്ധമായിരുന്നില്ല താങ്കൾക്ക് അച്ഛനാകാനും അമ്മാവനാകാനും. ഇല്ല. ഒന്നാമത് ഈ നായകപ്പട്ടം ഞാൻ തീരെ ആഗ്രഹിച്ചിരുന്നില്ല. അതിന് വലിയ വലിയ പ്രാരാബ്ധമുള്ളൊരു അത് പിന്നെ പരിരക്ഷിക്കണമെങ്കിൽ ചില്ലറ പാടല്ല. അതിന് ഒരുപാട് പാരഫർണേലിയ വേണം, ഒരുപാട് ഒരുക്കങ്ങൾ വേണം, ഒരുപാട് മാനേജർമാർ വേണം, ഫാൻസ് ക്ലബ്ബ് വേണം. വലിയ പാടാണ്. എന്നെ കൊണ്ടൊന്നും ഒരു നമ്മുടെ സ്വഭാവത്തിന് പറ്റുന്ന സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യം. പക്ഷെ ഒരു സ്റ്റാറിന്റെ ഇടക്കാലത്ത് വന്നങ്ങ് വീണരുതല്ലോ. ഞാൻ അത് ഒട്ടും സ്വീകരിച്ചിട്ടേ ഇല്ല. എന്നെ നോക്കി ആകുന്നത് നോക്കി. അപ്പം അന്നാണ് ഈ ഉപദേശകന്മാർ വരിക. ഒരു ഉപദേശകൻ പറഞ്ഞു, സിനിമയെ പറ്റി നല്ല അറിയാവുന്നതാണ്, അതെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആ സിനിമയിൽ അഭിനയിക്കില്ല, ഈ സിനിമയിൽ അഭിനയിക്കില്ല എന്നും പറയരുത്, ഇതൊരു അവസരമാണ്, അതുകൊണ്ട് മാക്സിമം സിനിമ ചെയ്യുക, മാക്സിമം പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അധികകാലമൊന്നും സിനിമയിൽ നിൽക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, പൈസ ഉണ്ടാക്കി ബാങ്കിൽ ഇടുക, സിനിമയില്ലേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നി. ഒരു സെക്കൻഡ് എടുത്തേക്ക് അടുത്ത സെക്കൻഡ് ഞാൻ ആലോചിച്ചു, ഈ ബാങ്കിൽ പൈസ ഇട്ടിട്ട് വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്ന് പലിശ മേടിച്ച് തിന്നുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു ബോറ് പരിപാടിയാണ്. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അല്ല, അത്ര തന്നെ ആയുസുള്ളൂ ആ ഉപദേശത്തിന്. ഞാൻ ഒരിക്കലും അത് അങ്ങനെ ഒരു ആലോചിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഗ്ലാമറിനെ ബാധിക്കുന്ന വേഷങ്ങൾ എന്നുള്ള ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല. എനിക്കൊന്നും ഒരുമാതിരിപ്പെട്ട എല്ലാ നടികളുടെയും അച്ഛന്മാരായിട്ട് എനിക്ക് ലളിത ചേച്ചിയുടെ അമ്മാവനോ അച്ഛനൊക്കെ ആയിട്ട്, ലളിത ചേച്ചിയുടെ അമ്മായിയപ്പനായിട്ട് പോട്ടെ, സുമാരി ചേച്ചിയുടെ അച്ഛനായിട്ട് ആരണ്യകം എന്ന സിനിമയില് സുമാരി ചേച്ചി അച്ഛനാണ് ഞാൻ. പക്ഷെ മുമ്പുള്ള ഏതോ സിനിമയിൽ സുമാരി ചേച്ചിയുടെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മകനായിട്ടുണ്ട്, പിന്നെ ചേട്ടനായിട്ടുണ്ട്, ഭർത്താവായിട്ടുണ്ട്. അത് ഇതിനൊരു സ്വപ്ന സമാനമായ ഒരു അവസ്ഥയുണ്ട് ഈ സിനിമയ്ക്ക്. അത് ഭയങ്കര, നമ്മളിത് മാറി നോക്കിയാൽ ഭയങ്കര രസമാണ്. ഇപ്പൊ സീമ എൻ്റെ മൂത്ത മകന്റെ ഭാര്യയാണ് ഒരു സിനിമയില്, ഗുരുവായൂർ നടക്കുന്ന സിനിമ, ചേക്കാറാനൊരു ചില്ല. മൂത്ത മകൻ രാഘവചേട്ടൻ മൂത്ത മകൻ, ആ മകന്റെ ഭാര്യയാണ് സീമ. അവിടെ നിന്നൊരു വണ്ടി ഞങ്ങൾ കോട്ടയത്ത് പോവാണ്. അവിടെ ഞങ്ങൾ കാമുകന്മാരാണ്. നെക്സ്റ്റ് ഡേ അതാണ്, അടുത്ത ലൊക്കേഷൻ അതാണ്. അപ്പൊ ഇത് ഇന്നലെ കണ്ട സ്വപ്നമല്ല, ഇന്നത്തെ സ്വപ്നം. ഇങ്ങനെ മാറുക, ഈ ഒരു വിഭ്രാമകമായ അവസ്ഥയുണ്ട്. ഈ കഥാപാത്രം ശരീരത്തിൽ കയറിയാൽ ഇറങ്ങിപ്പോയില്ല എന്ന് ചില ആൾക്കാർ പറയുന്നത്. ചില കഥാപാത്രങ്ങൾ അതായത് എല്ലാ കഥാപാത്രത്തിനും ആത്മം കൊടുക്കാൻ പറ്റില്ല. ആത്മം കൊടുക്കണം, എന്നാലേ അത് കാണുന്നവർക്ക് അനുഭവവേദ്യമാവുള്ളൂ. നമ്മുടെ മനസ്സ് കൊടുത്താലേ കിട്ടുള്ളൂ. അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, ചിലർക്ക് കൊടുത്തേ പറ്റൂ. കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ല. ബാക്കി സമയങ്ങളൊക്കെ നമുക്കറിയാം, തുടങ്ങുമ്പോഴേ അറിയാം ഇത് കുഴപ്പമാണ് ഈ സിനിമ, തുടങ്ങുമ്പോഴേ അറിയാം. പിന്നെ നമ്മൾ അവിടെ ഒരു അഭിനയ തൊഴിലാളിയാവുക എന്നുള്ളത് കവിഞ്ഞിട്ട് വലിയ ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള പടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി
വേണുചേട്ടൻ എന്താ ചെയ്യുന്നത്? ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറയും, ഞാനൊരു ഇവിടെ ഇല്ല, ഔട്ടർ സ്റ്റേഷനാണ്. ഔട്ടർ സ്റ്റേഷൻ ദുബായിൽ പരിപാടിയുണ്ട്. ദുബായിലല്ല, ഒറിയ പടത്തിൽ അഭിനയിക്കുകയാണ്. കട്ടക്കലാണ്, കട്ടക്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പടമാണ്. അപ്പൊ അവിടുന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ്, മലയാളത്തിലെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കും, മറ്റേ പ്രൊഡ്യൂസറെ ആയിട്ട്. അങ്ങനെയൊക്കെയാണ് കഴിവതും ഒഴിവാക്കാറുള്ളത്. പക്ഷെ എന്നാലും ചെറുത് വന്ന് വീഴും. നമ്മൾ ചെറിയ ഇൻഡസ്ട്രി അല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരും പരിചയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കാൻ പറ്റും, മുഖം ചുളിച്ച് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സിനിമകൾ ചെന്ന് ചാടുമ്പോൾ തന്നെ അറിയാം. പിന്നെ നമ്മൾ പ്രതീക്ഷയോടെ ചെല്ലുന്ന സിനിമകൾക്കും അറിയാം. വലിയ പ്രതീക്ഷയോടെ ചെന്ന് ചാടിയിട്ട് ഫസ്റ്റ് ഷോട്ട് കഴിയുമ്പോൾ മനസ്സിലായി ഇത് കുഴപ്പമാണെന്ന്. പിന്നെ അവിടുന്ന് ഞാൻ ഇല്ലാതെ പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. പിന്നെ ഈ ആത്മനിന്ദയോടുകൂടി അതിന് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, വേറെ വഴിയില്ല. അപ്പൊ ആ കഥാപാത്രത്തിന്റെ ഒരു കുറവ് അവിടെ പ്രകടമാവില്ലേ? കഥാപാത്രത്തിന്റെ കുറവല്ല, സിനിമ തന്നെ കുഴപ്പമാണ്. ഒരു മോശം സിനിമയില് സാക്ഷാൽ ഭരതമുനിയോ പോൾമുനിയോ പോലും അഭിനയിച്ചിട്ട് കാര്യമില്ല, കാര്യമില്ല. അതേസമയം ഒരു നല്ല സിനിമയില് ഒരു നിമിഷം പ്രത്യക്ഷപ്പെട്ടാലും മതി, നല്ല കാര്യമാണ്. ഒരു മോശം ആക്ടർ ഉണ്ടാവില്ല നല്ല സിനിമയില്. അങ്ങനെയാണ് എൻ്റെ അനുഭവം. അങ്ങനെയാണ് വേണുചേട്ടൻ്റെ കരിയറിൽ പല തലത്തിലേക്കും ആ പറഞ്ഞ താങ്കൾ എന്താ പറയുക മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം സീരിയസ് റോൾസ്, വില്ലൻ റോൾസ്, നായക വേഷങ്ങൾ, ഹ്യൂമർ. എനിക്കൊരു ഹ്യൂമർ ഒരു വേണുചേട്ടൻ്റെ ഒരു തട്ടകമായി വന്നിരിക്കുന്നു. 80-90കളിലാണ് ആ ഹ്യൂമർ, 80കളുടെ അന്ത്യത്തിലും 90കളും അല്ലെ. 80കളിലെ പാതിയോട് കൂടിയിട്ട് ഹ്യൂമറിലേക്ക് വേണുചേട്ടൻ പ്രവേശിച്ചു. അത് കൂടുതലും അത് കണ്ടെത്തിയത് പ്രിയനാണ് കേട്ടോ. പ്രിയനാണത് അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നത് പ്രിയനാണ്. അതൊരു നേരെ പടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പടം ഞാൻ കാണിച്ചു തരാം. ഇതിനു മുമ്പ് 80കളുടെ പാതിയിലുള്ള, എനിക്ക് 1984 അല്ലേ, വേണുചേട്ടൻ ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല. ഇത്രയും ലക്ഷണയുക്തമായ ഒരാക്ഷേപഹാസ്യം മലയാള സിനിമ ഉണ്ടായിട്ടില്ല. ഈ പഞ്ചവടിപ്പാലം പോലെ ഇതൊന്നും അഭിനയിക്കാൻ ഒരു വിഷമം ഉണ്ടായില്ലല്ലേ? ജീവിക്കാന്ന് പറയാൻ പറ്റത്തില്ല. ജീവിക്കാന്ന് പറഞ്ഞാൽ അതില് അപകടം പിടിച്ചൊരു പ്രസ്താവനയാണ്. ഈ കുപ്പിയിലൊക്കെ യഥാർത്ഥത്തിലാവുന്ന അല്ല, ഇത് നമ്മൾ ഈ യാത്രയിലിടയ്ക്കൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അല്ല, ഒരു സ്വയം ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഈ മദ്യപിക്കുന്നതായിട്ട് കാണിക്കുമല്ലോ, അത് ശരിക്കും മദ്യം തന്നെയാണോ? ഞാൻ തിരിച്ചു ചോദിക്കും, ഈ സിനിമയിൽ ആത്മഹത്യ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ? അത് ശരിക്കും ആത്മഹത്യയാണോ എന്താ ചോദിക്കട്ടെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഈ സാധനമൊക്കെ മേടിച്ച് ഒറിജിനൽ സാധനം കുടിച്ചാൽ പിന്നെ അഭിനയിക്കാൻ പറ്റില്ല, പിന്നെ എവിടെയെങ്കിലും പോയി കിടക്കാനേ പറ്റുള്ളൂ. ഇതൊക്കെ ഓരോ സൂത്രങ്ങളാണ്. അത് കഴിക്കുന്നത് ഞങ്ങളെ നിങ്ങൾ സമ്മതിക്കണം. കട്ടൻ ചായക്കകത്ത് വെള്ളം ഒഴിച്ചത് കൊക്കോകോള, അതും പക്ഷേ മറ്റേ കഴിക്കുന്നതിന്റെ ഭാവം വരികയും ചെയ്യണം. വരികയും വേണം. കൊക്കോകോള മധുരമുള്ള സാധനം കഴിച്ചൂടാ ഇപ്പൊ അടുത്ത കാലത്തായിട്ട്. അതിനകത്ത് വെള്ളം നിറച്ചത്, അപ്പൊ അതൊരു ഒറ്റയടിക്ക് കുടിക്കണം. ഒരു ഗ്ലാസ് കുടിച്ചു. സാറേ, ആ കട്ടർ ഫീൽഡിൽ വന്നു, ഒരു ടേക്ക് കൂടെ വേണം, ഒരു ടേക്ക്. അപ്പം അപ്പുറത്തുനിന്നും തെറ്റിച്ചു, ഒരു ടേക്ക്. ഇങ്ങനെയാണ് ഈ നമ്മൾ ത്യാഗം ചെയ്തിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത്. അപ്പോഴാണ് ഒറിജിനലാണോ അല്ലയോ എന്ന് ചോദിക്കുന്നത്. എന്ത് പറയാൻ പറ്റും, എന്ത് പറയണം മറുപടി? പക്ഷെ എന്താ കാരണം അറിയോ, അത് നിങ്ങൾക്കുള്ള വലിയൊരു ക്വാളിഫിക്കേഷൻ ആണ്, നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രശംസയാണ്. പ്രത്യേകിച്ച് ഈ ജഗതിയുടെ അവസാനത്തെ ക്ലാസ്, കാരണം ഹെൻപെക്കളാണ് തല്ലുവരെ, അവർ തല്ലും ക്ലാസ് ചോദിച്ചാൽ. ആണ് ആ വിനയം. ഈ അഭിനയത്തിലെ സൂക്ഷ്മാംശം എന്ന് പറയുന്നത് അവിടെയാണ് ഒരു നടനോട് മാർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു ഷോട്ടിൽ പോലും അയാൾ കാണിച്ച സൂക്ഷ്മാംശം, 2 ഗ്ലാസ് വേണം എന്നല്ല, 2 ഗ്ലാസ് എന്ത് വിനയമായിട്ടാ പറയുന്നത്. അതാണ് അത് സംവിധായകന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ലത്. അത് അവനവന് സ്വയം മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അതൊരു പക്ഷേ നിരീക്ഷണ പാഠമാണ്. അങ്ങനെ നടനെ ഒരാൾ വരട്ടെ. വേണുചേട്ടനും ഞാനും തമ്മിലുള്ള സിനിമാ ബന്ധം തുടങ്ങുന്നത് ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെയാണ്. സെറ്റിൽ വെച്ച് എന്നെ കാണുമ്പോൾ വേണുചേട്ടൻ ചോദിച്ചു, ആ കോളേജ് അധ്യാപകനാണല്ലേ, കണ്ടാ പറയില്ല കേട്ടോ. ഇതായിരുന്നു സിനിമയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയിലുള്ള വേണുചേട്ടൻ്റെ ഡയലോഗ്. അതിനുശേഷം എത്ര ചിത്രങ്ങൾ. ഇപ്പോൾ എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ താല്പര്യം, എൻ്റെ ആദ്യ വിമാനയാത്രയും വേണുചേട്ടനുമായിട്ട് ഒരു ബന്ധമുണ്ട്. എന്താണെന്ന് വേണുചേട്ടൻ ഊഹിക്കാമോ? മുത്താരം കുന്നു PO എന്ന ചിത്രത്തിലൂടെ എന്നെ ഒരു കഥാകൃത്താക്കി മാറ്റുന്നത് ശ്രീനിവാസനാണ്. എൻ്റെ കഥയ്ക്ക് ശ്രീനിവാസനാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. അതിൽ വേണുചേട്ടൻ കുട്ടമ്പിള്ളയായിരുന്നു, ഫയൽമാൻ കുട്ടമ്പിള്ള.
ആ കഥയിൽ ഫയൽമാൻ കുട്ടമ്പിള്ളയുടെ മകളെ പ്രേമിക്കുന്ന പോസ്റ്റ് മാസ്റ്റർ, എന്നിട്ട് അവസാനം ഒരു ഗുസ്തി മത്സരം വരും. എൻ്റെ കഥയിൽ വേറൊരു ഗുസ്തിക്കാരൻ, അത് ശ്രീനിവാസൻ പറഞ്ഞു അത് ധാരാസിംഗ് ആയാൽ നന്നായിരിക്കും. പക്ഷേ ധാരാസിംഗിനെ ആര് കൊണ്ടുവരും? ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴേക്കും ശ്രീനിവാസൻ പറയുന്നു നമുക്ക് ധാരാസിംഗിനെ കിട്ടിയില്ലെങ്കിൽ വേറെ വഴി ആലോചിക്കാം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ മുംബൈയിൽ ധാരാസിംഗ്ജിയെ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യുന്നു. അദ്ദേഹം വന്ന് കാണാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ആദ്യമായി മുംബൈയിലേക്ക് യാത്രയാവുന്നു. അവിടെ ചെന്ന് കഥയൊക്കെ പറയുന്നു. ഹിന്ദി അത്യാവശ്യം വശമുള്ളതുകൊണ്ട് ധാരാസിംഗ് സാബിന് കഥ ഇഷ്ടപ്പെട്ടു. മടങ്ങി വന്ന് മേലില എന്ന ഗ്രാമത്തിൽ ധാരാസിംഗ്ജിയെ കണ്ടപ്പോഴുള്ള ആ അനുഭവങ്ങൾ വേണുചേട്ടൻ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവരോട് ആദ്യം ചോദിച്ച കോളേജ് അവരാണ് കണ്ടാ പറയില്ല കേട്ടോ. എനിക്ക് രണ്ടബദ്ധങ്ങളാണ് പറ്റിയിട്ടുള്ളത്. ഒന്ന് ജഗദീഷിനെ കോളേജ് അധ്യാപകനാണ് തിരിച്ചറിയാൻ വയ്യാത്തത്. പിന്നൊന്നും ഇന്നസെന്റ് കോളേജ് അധ്യാപകനാണെന്ന് ഞാൻ വിചാരിച്ചത്. കോൺട്രാസ്റ്റ്. ഒരു 2 ആഴ്ച കാലം അത് കൊണ്ടുവന്നത് ഞാൻ. ഇന്നസെന്റ് വളരെ ഇവിടെ പറയും മുമ്പേക്കാണ് പരിചയം. പ്രൊഡ്യൂസറാണ്. എപ്പോഴെത്തി ഒന്നേ ഉള്ളൂ. വളരെ മര്യാദ കിട്ടിയവരെ. കാരണം വളരെ അളന്നു തൂക്കിയുള്ള വർത്തമാനം. ജസ്റ്റേഴ്സ് ഒക്കെ വളരെ വളരെ മാന്യമായ ജസ്റ്റേഴ്സ്, കുലീനമായി. അങ്ങനെ ഒരുപാട് താമസിച്ചു ഞാൻ മനസ്സിലാക്കാൻ 8ാം ക്ലാസ് ഗുസ്തിയാണ് പാർട്ടി എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ എന്റെ ഒബ്സർവേഷൻ തെറ്റിച്ചുള്ള 2 പേരാണ്. ഇപ്പോഴും ജഗദീഷിനെ കണ്ട കോളേജ് ലെക്ചർ ആയിരുന്നു നമ്മൾ ചോദിച്ചു പോകും. അത് ഞങ്ങൾ കളിയാക്കി പറയും. കളിയാക്കല്ല, ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പാർക്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഒരു ബീഡിയൊക്കെ വെച്ചിട്ട് ആൾ വന്നിങ്ങനെ ജഗദീഷിനെ തോണ്ടി തലയിൽ. ജഗദീഷിനെ നോക്കി, എന്നെ മനസ്സിലായ സാറിന്റെ സ്റ്റുഡന്റാ. എന്ത് പറഞ്ഞു? ഇത് ഈ മുത്താരംകുന്ന് ഉപ്പിയുടെ കാര്യം പറഞ്ഞത്, ഈ പഠിക്കുന്ന കാലത്ത് ധാരാസിംഗിനെ വലിയ ഇഷ്ടമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ധാരാസിംഗ് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ നല്ല 1-ാം തരം ഗുസ്തി ഉണ്ടാവും. നമ്മുടെ സ്ഥിര സ്റ്റണ്ടല്ല. പിന്നെ ഏതോ ഒരു സിനിമ പഞ്ചപാണ്ഡവനെന്നോ മറ്റൊരു സിനിമയ്ക്കകത്ത് ധാരാസിംഗാണ് ഭീമൻ. മറ്റേ വേറൊരു കക്ഷിയുണ്ടല്ലോ, കിങ്കോങ് ധാരാസിംഗ് ആയിരുന്നു 2 ജോഡികൾ. കിങ്കോങ് ആണ് ബഗൻ, വലിയ ഗുസ്തിക്കാരനാണ് കിങ്കോങ്. അങ്ങനെ കിങ്കോങ്ങും ധാരാസിംഗുമുള്ള വലിയ ഗുസ്തിയുണ്ട്. അപ്പൊ ഗുസ്തി വളരെ ക്ലാസിക്കലായിട്ടുള്ള ഗുസ്തിയാണ്, അല്ലാതെ അത് ഈ അടിപിടി പഞ്ചിങ് സൗണ്ടും സ്റ്റണ്ടും ഒന്നും അല്ല. ഇത് കാണാൻ വേണ്ടി നമ്മൾ പോകുമായിരുന്നു. അങ്ങനെ നമ്മുടെ വലിയ ആരാധനയായിരുന്നു ആ പാത്രമായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് ഈ മുത്താരംകുന്നിന് നമ്മുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തായിട്ടാണ് ധാരാസിംഗ് അഭിനയിക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഗുസ്തിയില് തോറ്റു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പരിപാടിയില്ലെന്ന് പറഞ്ഞു. ഈ സിനിമയുടെ ക്ലൈമാക്സും അങ്ങനെയായിരുന്നു. പുള്ളി തോറ്റു കൊടുക്കുന്നതായിട്ട് പുള്ളി പറഞ്ഞത് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തത് അത് ശരിയല്ല, അതിന്റെ ഒരു നിയമത്തിൽ ശരിയല്ല. എങ്ങനെ പുള്ളിനെ അത് അല്ലാതെ പുള്ളി പറഞ്ഞ പോലെ നമ്മൾ എടുത്തത്. പുള്ളി എന്നിട്ട് പിന്നെ പുള്ളിയുടെ ഒരു കുട്ടമ്പിള്ളേ വരൂ, അങ്ങനെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് അടുത്ത് നിർത്തി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളിയുടെ ഒരു കാർമ്മികത്വത്തിൽ ആ സംഭവം നടക്കുന്നത് അങ്ങനെ ആക്കി മാറ്റി. അത് പുള്ളിയുടെ ഒരു അതാണ് കുറച്ചുകൂടി ജെല്ലി ചെയ്തത് ആ സിനിമ. അതെ. അല്ലെങ്കിൽ വിശ്വസിക്കരുത്. കാരണം മുകേഷിനെ പോലെ ഒരാളുടെ അടുത്ത് പുള്ളി തോറ്റുപോയി എന്ന് പറഞ്ഞാൽ കാണികൾ വിശ്വസിക്കത്തില്ല. ചേട്ടൻ്റെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരുപക്ഷെ ഇത്രത്തോളം കഥാപാത്രങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ വരാറുള്ളൂ. അതിൽ എല്ലാം ഉണ്ട്. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ നമ്മൾ കാണുന്ന ഒരു പുരുഷായുസിൽ കാണുന്ന പല ഭാവങ്ങളും പല രൂപത്തിലും മിന്നിത്തെളിയുന്നുണ്ട്. മിന്നിത്തെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടമായി മിന്നിത്തെളിയാണ് ഞാനത് കാണിച്ചത്. എനിക്കൊന്ന് വേണുചേട്ടൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുപിടി ചിത്രങ്ങളിൽ മുൻപന്തിയിൽ വരാൻ പോകുന്ന ഒരു പടമായിരിക്കണം. തീർച്ചയായിട്ടും. മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള അപാരമായ സിംഗ് മലയാളത്തിലെ എല്ലാ കുടുംബ പ്രേക്ഷകരെയും ഒന്ന് അവരുടെ കണ്ണുകീർന്നണിയാൻ വഴിവെച്ചൊരു പടം. അതിലൊരു തീവ്രതയെക്കുറിച്ച് ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വേണുചേട്ടന് ബോധ്യമുണ്ടായിരുന്നു. അല്ല, അത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് കരയുന്നത് കണ്ടത് അച്ഛൻ റിട്ടയർ ചെയ്യുമ്പോഴാണ്.
റിട്ടയർ ചെയ്യുന്ന അച്ഛൻ നമ്മുടെ ഹീറോ ആണല്ലോ, എല്ലാവരുടെയും ഹീറോസ് ആണല്ലോ അവരുടെ അച്ഛൻ ഒരു കാലഘട്ടം വരെ. അപ്പം അച്ഛൻ, ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ റിട്ടയർ ചെയ്യുന്നത്. അച്ഛൻ ഒരു കവിത അച്ഛൻ എഴുതിയൊരു കവിത വായിച്ചു, ഇവിടെ പറഞ്ഞിട്ടുള്ള കവിത വായിച്ചിട്ട് കരഞ്ഞു. എനിക്കൊരു വിഷമമായി. എന്തിനാണ് അച്ഛൻ കരയുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അമ്മയാണ് പറഞ്ഞത് റിട്ടയർമെന്റിന്റെ ഒരു വിഷമം. ഇത്രയും വർഷം 10-35 വർഷം കുട്ടികളെ പഠിപ്പിച്ചിട്ട് അവിടുന്ന് പിരിയുകയാണ്. അപ്പോൾ ഒരു അധ്യാപകന്റെ റിട്ടയർമെന്റും ആ വേദനയൊക്കെ എനിക്ക് വളരെ മനസ്സിലാവും. പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടത് ഈ കുട്ടികളില്ലാത്ത ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഈ 2 പേരുടെ ജീവിതമാണ് വ്യാഖ്യാനിക്കേണ്ടത്. അത് നമ്മൾ ഭാവന കൊണ്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അപ്പുറത്ത് ജോൺ ബോളിന്റെ 1ാമത്തെ സ്ക്രിപ്റ്റ് ഉണ്ട്, പിന്നെ എന്തിനും തയ്യാറായിട്ടുള്ള ഭരതേട്ടനുണ്ട്, പിന്നെ നമ്മൾ ഒരു കാലത്ത് ആരാധിച്ചിരുന്ന ശാരദ അപ്പുറത്ത് കൂടെയുണ്ട്. അവരാദ്യമായിട്ടാണ് ഒരു വൃത്തകഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവർ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു വേണു വന്നിട്ട് ഞാൻ എൻ്റെ സീൻസ് എടുത്താൽ മതി, കാരണം ഏതളവ് വരെ ഈ കൂന് വേണം, ഏതളവ് വരെ ഈ അവശത വേണം എന്നുള്ളത് തീരുമാനിക്കണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആള് അത് ചെയ്തിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നതിന് ശേഷമാണ് അവരെന്താ ക്ലോസ് ഒക്കെ എടുത്ത് 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ചെന്നതിന് ശേഷമാണ് സീൻസിലേക്ക് കടന്നത്. വരട്ടെ. നമസ്കാരം. എങ്ങനെയുണ്ട്? കണ്ടിട്ട് സംസാരിച്ചിട്ട് കുറെ നാളായി. നമ്മൾ തമ്മിൽ കൂടുതൽ പടങ്ങൾ അഭിനയിച്ചില്ലെങ്കിലും കൂടി 1, 2, 3 പടങ്ങളെ എന്തോ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിലെ മെയിൻ ക്യാരക്ടർ, മെയിൻ പിക്ചർ വട്ടം. അത് ടീച്ചറെ മാസ്റ്ററെ. എനിക്ക് ആ 2 വാക്കുകൾ ഇന്നും ഓർമ്മയുണ്ട്. വിളിക്കുന്ന വിധം നിങ്ങള് ഞാൻ അതിന് മറുപടി പറയുന്നതും കൂടെ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റായിട്ടും ഒരു ചേച്ചിയായിട്ടും കൂടി ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഇതല്ല, എന്നും നിങ്ങൾ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കണം, പലരും കാണണം, സന്തോഷിക്കണമെന്ന് ആ ദൈവത്തോടെ ഞാൻ നമസ്കാരം. അവർ ആ സിനിമ എടുത്തു പറയണം. അതെ, അതിൽ അവർ തന്ന കോംപ്ലിമെന്റ്സ്. അവൾ പറഞ്ഞു ഫസ്റ്റ് ഡേ അഭിനയിച്ച് പിറ്റേ ദിവസം അവിടെ താമസിക്കുന്ന ആലുവ പാലസിലാണ്. അപ്പോൾ അവിടെ ഒരു ഫോണേ ഉള്ളൂ കൗണ്ടറിൽ. എനിക്കൊരു ഫോൺ വന്ന് എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഇവരവിടെ പുറത്ത് വന്നിട്ട് മുടിച്ചിരിക്കുന്നു, കുളിച്ച് കഴിഞ്ഞ് മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഇവർ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഞാൻ എന്താ അവരങ്ങനെ പറഞ്ഞത്? കാരണം ഇന്നലെ ഒന്നിച്ച് അഭിനയിക്കുകയും വളരെ സൗഹൃദമുണ്ട്. വിഷമമായി പോയി. ഞാൻ ഒന്ന് ഫോൺ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഐ എം സോറി എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ ഒരു ദിവസം മേക്കപ്പോടുകൂടി അഭിനയിക്കുകയും മേക്കപ്പ് ഇല്ലാതെ കണ്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പിന്നെ അവര് തന്നിരുത്തിച്ചാൽ എനിക്ക് ഈ സിനിമ തെലുങ്കിലും തമിഴിലും ഒക്കെ എടുത്താൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നമ്മൾ എടുത്തൂടെ? There is no substitute for you എന്ന് പറഞ്ഞാല് എനിക്ക് വേറൊരാളെ ആ റോളിലേക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല എന്ന് അതാണ് അവരൊന്നും കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു കോംപ്ലിമെന്റ്. ഉയർന്ന സംസ്ഥാന ബഹുമതി കിട്ടി, പക്ഷേ അത് മതിയായിരുന്നോ ആ സിനിമയ്ക്ക് എന്നുള്ളത് പലരും സംശയം പഠിപ്പിച്ചു. സാറേ, ഞങ്ങളുടെ ഉള്ളിലെ മറ്റൊരു വേദന, ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെ ബാക്കി നിൽപ്പുണ്ട്. അത് അങ്ങയുടെ ദേശീയ പുരസ്കാരമാണ്. കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും അങ്ങേക്കത് തന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ നെടുക്കാരായ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കോണിൽ ഒരു നേരിയ വേദന, നേരിയ ദുഃഖം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതെ, അങ്ങയിലുള്ള ചിന്ത എന്താണ്? നമ്മുടെ അടുത്ത സുഹൃത്താണ്, നെടുമുടിക്കാരനാണ്. അല്ല, അത് ഇതിനകത്തൊരു രസമാണെന്ന് വെച്ചാൽ ഇപ്പം ഇതിപ്പം രാമേന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ നമ്മളെ കാണുന്ന ഒരുപാട് പരിചയമുള്ളൊരു വല്ലാത്തൊരു ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അത് കിട്ടിയതുപോലെ തന്നെയാണ്. വെറുതെ മേനിക്ക് പറയുന്നതല്ല. പിന്നെ സപ്പോർട്ടിങ് ആക്ടർക്കുള്ളത് കിട്ടിയിട്ടുണ്ട്, ഏറ്റവും നല്ല അവതാരകനുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടില്ല. ഇപ്പം ഇതിന് മിന്നാമിനിങ്ങിന് എനിക്കാണെന്ന് ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ പാലക്കാട്ടൊരു പടത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഹോട്ടലിൽ പോയി വിളിച്ചു പറഞ്ഞു, പ്രസ് എന്നാണ് വിളിച്ചു പറഞ്ഞത്. ഞാൻ പറഞ്ഞു സന്തോഷം, അപ്പം ഞങ്ങളങ്ങോട്ട് വരികയാണ്, ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ വരട്ടെ, അവിടുന്ന് പ്രഖ്യാപനം വരട്ടെ. അല്ല, അത് കുഴപ്പമില്ല, പ്രഖ്യാപനം ഉറപ്പാണ്. അതുകൊണ്ട്
ഞാൻ പറഞ്ഞത് വേണ്ട, അത് അവരുടെ ഒഫീഷ്യലി അവരാരെങ്കിലും വിളിച്ച് പറയട്ടെ, എന്നിട്ട് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. വൈകുന്നേരം ഒരു 3 വായ്പാരനെ വിളിച്ചു. ചെറിയ വ്യത്യാസമുണ്ട്, പിന്നെ കമലഹാസനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ ഇന്റർവ്യൂ വരിക. ഞാൻ അല്ല, ഈ നാഷണൽ അവാർഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇതൊക്കെ പറഞ്ഞ് ഞാൻ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അത് മതിയായിരുന്നു. അത് മതിയായിരുന്നു. അന്ന് ടെലിവിഷനുകൾ ഇല്ല, ടെലിവിഷൻ വേണ്ട, നമുക്ക് തന്നെ സ്വയം റീവൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചമ്മലം എന്ന് ആലോചിക്കും. പക്ഷെ അതിന് വേണുചേട്ടന് അർഹതപ്പെട്ടതായിരുന്നു. അല്ല, അത് ഓരോ അവാർഡുകൾക്ക് അങ്ങനെ ഒരു പരാതി വേണുചേട്ടൻ ഒരിക്കലും